നമസ്കാരം. എല്ലാവർക്കും പാചക കലവറ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഡിഷിൻ്റെ പേരാണ് അഫ്ഗാനി ഓംലെറ്റ്. ഇത് വളരെയധികം പോഷക ഗുണമുള്ള ഒരു ഡിഷാണ്. അപ്പോൾ നമുക്ക് ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനു മുമ്പ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യേണ്ടതാണ്. അതിൻ്റെ കൂടെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യണം. അപ്പോൾ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. പിന്നെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുമ്പോൾ ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത്. ആദ്യമായി നമുക്ക് ചേരുവകൾ പരിചയപ്പെടാം. 4 മുട്ട, 1 കപ്പ് ഉരുളക്കിഴങ്ങ് ക്യൂബ്സായി അരിഞ്ഞത്, 1 കപ്പ് സവാള ചെറുതായി അരിഞ്ഞത്, 1 തക്കാളി ചെറുതായി അരിഞ്ഞത്, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 2 പച്ചമുളക് ചെറുതായി അരിഞ്ഞത്, ആവശ്യത്തിന് ഉപ്പ്. ആദ്യം അടുപ്പ് കത്തിച്ച് ഒരു നോൺ സ്റ്റിക്ക് പാൻ വയ്ക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിക്കാം. വെളിച്ചെണ്ണ ഉപയോഗിക്കരുത് കേട്ടോ, വേറെ ഏത് ഓയിലായാലും കുഴപ്പമില്ല. ഓയിൽ ചൂടായി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് നേരത്തെ അരിഞ്ഞു വെച്ച ഉരുളക്കിഴങ്ങ് ചേർക്കാം. ഇത് ഇനി നന്നായി ഇളക്കി ഒരു 3 മിനിറ്റ് നേരം ഫ്രൈ ചെയ്ത് എടുക്കുക. ഇപ്പോൾ ഉരുളക്കിഴങ്ങ് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് സവാള ചേർത്ത് 2 മിനിറ്റ് വീണ്ടും ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഉള്ളിയും ഫ്രൈ ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തക്കാളി ചേർത്ത് നന്നായിട്ട് ഇളക്കുക. നമ്മളൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. തക്കാളിയും ഉള്ളിയും ഈ ഉരുളക്കിഴങ്ങൊക്കെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുക. കൂടെ 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ട് ഇളക്കുക. ഇനി ഇതൊന്ന് വേവണം. അതിനായി ഒരു 3 മിനിറ്റ് നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. ഇപ്പോൾ 3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇത് നന്നായി വെന്തു വന്നു. ഇനി നമുക്ക് ഇത് നല്ലവണ്ണം ഒന്ന് അമർത്തി വയ്ക്കാം. അതിനുശേഷം 4 മുട്ട ഓരോന്നായി നേരിട്ട് പൊട്ടിച്ച് ഒഴിക്കാം. മുട്ട പൊട്ടിച്ചൊഴിക്കുമ്പോൾ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം, ഇതിൻ്റെ യോക്ക് പൊട്ടിപ്പോവാതെ നോക്കണം.
ഞാൻ 2 മുട്ട പൊട്ടിച്ചപ്പോൾ യോക്ക് പൊട്ടിപ്പോയി. അപ്പോൾ നിങ്ങളത് പൊട്ടാതെ കഴിയുന്നതും ശ്രദ്ധിക്കണം. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ച പച്ചമുളക് വെച്ച് കൊടുക്കാം. അതിനുശേഷം ഇത് ഒരു 7 മിനിറ്റോളം ലോ ഫ്ലെയിമിൽ അടച്ചു വെച്ച് വേവിച്ചെടുക്കുക. ലോ ഫ്ലെയിമിൽ തന്നെ ചെയ്യണം. ഇപ്പോൾ 7 മിനിറ്റ് കഴിഞ്ഞു. ഇപ്പോൾ ഇതാ നമ്മുടെ അഫ്ഗാനി ഓംലെറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് വരെ കഴിക്കാൻ പറ്റുന്ന ഒരു ഹെൽത്തി ഫുഡാണ്. ഇത് എല്ലാവരും വീട്ടിലുണ്ടാക്കി നോക്കണം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.